ആശ്രയമരുളും അഭയസങ്കേതം. Divine, divine, divine blessing. ദൈവം നൽകിയ സ്നേഹവരദാനം. Divine, divine, divine. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും ഒരുമിക്കുകയാണ്. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറയാൻ നന്ദിയുടെ ഹൃദയത്തോടെ നാം ഇന്ന് കർത്താവിന് മുമ്പിൽ ചേരുകയാണ്. ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ കർത്താവിന് മുന്നിൽ പ്രഘോഷിക്കുക, അതുവഴി അനേകർ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ ഈ ഒരു ശുശ്രൂഷയിലൂടെ കർത്താവ് ഇടവരുത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം ശ്രവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് തിരുവചനത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 26-27 തിരുവചനങ്ങളാണ്. സുഭാഷിതങ്ങൾ 4:26-27 തിരുവചനങ്ങൾ. നമ്മൾ വചനം സ്വീകരിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുന്നു, നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക, അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും. വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചലിക്കരുത്, തിന്മയിൽ കാലൂന്നുകയും ചെയ്യരുത്. അപ്പോൾ നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് നീ ഉറപ്പിക്കണം. ഒരിക്കലും യാതൊരു തരത്തിലും കളങ്കം ആ മേഖലയിൽ കടന്നു വരാത്ത വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ ഏത് വഴിക്ക് പോയാലും ഏത് വഴിക്ക് തിരിഞ്ഞാലും നന്മയിലായിരിക്കണം കാലൂന്നേണ്ടത്. ഏത് മേഖലയിലായാലും ഏത് ജീവിത സാഹചര്യത്തിലായാലും ദൈവത്തെ സ്വീകരിക്കുന്നവരായി നമുക്ക് മാറാം. കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Divine, divine, divine blessing. Divine, divine, divine. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 46-50 ശിമയോന്റെ വീട്ടിൽ യേശു വിരുന്നിനിരുന്നപ്പോൾ പാപിനിയായ ഒരു സ്ത്രീ ഓടി വന്ന് യേശുവിൻ്റെ പാദത്തിലിരുന്ന് അന്ന് വരെ അവൾ ചെയ്ത പാപത്തെ ഓർത്ത് കരഞ്ഞ് കണ്ണുനീര് കൊണ്ട് യേശുവിൻ്റെ പാദം കഴുകി മുടി കൊണ്ട് തുടച്ച് ആ പാദത്തിൽ മുത്തം വിട്ട് തൈലം പൂശിയിരുന്നു. അവളെപ്പോലെ നമ്മൾ ഈശോയുടെ മുൻപിലിരിക്കുന്നു. ഇപ്പോൾ തകർന്നു കിടന്ന ബലിപീഠം കേടുപോക്കി ദൈവമായുള്ള സ്നേഹബന്ധത്തിൻ്റെ ബലിപീഠം. ആദ്യത്തെ 3 കൽപ്പനകൾ ചിന്തിക്കുക. ദൈവത്തേക്കാൾ അധികമായി മറ്റാർക്കും എന്തിനെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? അന്യദൈവാരാധന നടത്തിയിട്ടുണ്ടോ? വിശുദ്ധർക്ക് ദൈവത്തേക്കാൾ അധികമായി സ്ഥാനം കൊടുത്തുവോ? വ്യക്തികൾക്ക് കൊടുത്തുവോ? പണത്തിന്, വിദ്യാഭ്യാസത്തിന്, സ്ഥാനമാനങ്ങൾക്ക്, സൗന്ദര്യത്തിന്, ആരോഗ്യത്തിന്? അന്ധവിശ്വാസങ്ങൾ നിന്നിലുണ്ടായിട്ടുണ്ട്? ഏതെങ്കിലും മന്ത്രവാദ കൂടോത്രമൊക്കെ ചെയ്തിട്ടുണ്ടോ? മന്ത്രിച്ചരെ അലസ് ജപിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കുമ്പോൾ അത് ഈ കുരിശിന് വീട്ടിൽ ഉപേക്ഷിച്ചേക്കണം. അതുമായിട്ട് കുമ്പസാരിക്കാൻ പോകരുത്. സഹോദരങ്ങളെയും, ഒരു പെൺകുട്ടി ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ നാച്ചുറലായിട്ട് തന്നെ
ഷെയറിങ്ങിനുള്ള ജന്മവാസന ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാർ ഭയങ്കര ദേഷ്യ സ്വഭാവക്കാരും ഒക്കെ ആണെങ്കിൽ ഈ ഷെയർ ചെയ്യാനുള്ള ആ ജന്മവാസന ബ്ലോക്കാവും. ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികളിൽ വളരുന്നത് മൂഡ് ചേഞ്ചാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി ഉടനെ മുഖമെല്ലാം വീർപ്പിച്ച് എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ മിണ്ടിയല്ല. ചിലപ്പോൾ ഭക്ഷണം വേണ്ടത് വയ്ക്കും, ചിലപ്പോൾ മുറിയുടെ മൂലയിൽ പോയി കുത്തിയിരുന്നവരും എത്ര പ്രാവശ്യം ചോദിച്ചാലും ഉത്തരം പറയുകയില്ല. കുറേ കഴിയുമ്പോൾ വീണ്ടും നാച്ചുറൽ അതൊക്കെ മാറി ക്ലിയറാകും. വീണ്ടും സാധാരണ ലൈഫിലേക്ക് വരും. വീണ്ടും പ്രശ്നമുണ്ടാകും, വീണ്ടും മൂഡ് ചേഞ്ച് ചെയ്യും. അങ്ങനെ മൂഡ് ചേഞ്ച് എന്ന ക്യാരക്ടറിലായിരിക്കും അവർ വളരുക. ഇനി ഇത്തരം കുട്ടികൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ചെന്ന് എടുത്തത് ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം പോലെ കാണിച്ചാൽ അപ്പം തന്നെ മൂഡ് ചേഞ്ച് വീണ്ടും ആരംഭിക്കും. ഭർത്താവ് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഭാര്യ മോഹമെല്ലാം വീർപ്പിച്ചിരിക്കുന്നു, എന്ത് പറ്റിയെന്ന് ചോദിച്ചവൾ മിണ്ടിയാല. അങ്ങനെ ഈ മൂഡ് ചേഞ്ച് എന്ന ക്യാരക്ടർ അവിടെയും തുടരുന്നു. അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പിന്നീട് 48-49 വയസ്സൊക്കെ ആകുമ്പോൾ അവരിൽ പല സ്ത്രീകളും ഡിപ്രഷൻ പേഷ്യൻ്റായിട്ട് മാറുന്നു, മാനസിക രോഗിയായിട്ട് തന്നെ മാറുന്നു, വിഷാദ രോഗിയായിത്തീരുന്നു. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. ഗബ്രിയേൽ മാലാഖയിലൂടെ പിതാവായ ദൈവം പരിശുദ്ധ കന്യകാമറിയത്തോട് പറഞ്ഞ വചനമാണിത്. 14 വയസ്സുള്ള കന്യകാമറിയത്തിന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവത്തിൻ്റെ പുത്രനായിരിക്കും. അപ്പോൾ മറിയം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഗർഭം ധരിക്കുന്നത്? ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു തെളിവ് കൂടെ പറഞ്ഞു. നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭവതിയാണ്. ഇത് കേട്ടപ്പോൾ മറിയത്തിന് മനസ്സിലായി, തീർച്ചയായും ഇത് ദൈവത്തിൻ്റെ സന്ദേശമാണ്. ഉടനെ മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. അപ്പോൾ മറിയം പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞു, യേശുവിനെ ദൈവപുത്രനെ ഗർഭം ധരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:26 ഇങ്ങനെ പറയുന്നു, വേണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതിനാൽ ആത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മെ സഹായിക്കുന്നു. ആത്മാവ് അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഞാൻ തിരുവനന്തപുരത്ത് വെള്ളറട മണ്ണാകുളം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് എനിക്ക് ഡിസ്കിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഞാനൊരു നേഴ്സാണ്, ഒന്ന് കുനിയാനോ ഒന്നിനും പറ്റില്ല. ബാത്റൂമിൽ പോലും ചില സമയത്ത് ബാത്റൂമിൽ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എണീക്കാനും, രാത്രി കിടന്നിട്ടൊന്ന് ശരിയാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടായിരുന്നു.
പക്ഷേ ഇവിടെ ധ്യാനം കൂടിയതിന് ശേഷം എൻ്റെ നടുവിന് നല്ലൊരു ആശ്വാസം കിട്ടുകയുണ്ടായി. ദൈവത്തിൻ്റെ ഒരു സ്പർശനമേറ്റു. പിന്നെ ആന്തരിക സൗഖ്യം പിന്നെ ഒത്തിരി എനിക്ക് എൻ്റെ ലഭിക്കുകയുണ്ടായി. പല മാനസികപരമായ പിരിമുറുക്കങ്ങളും അങ്ങനെയുള്ള ഒത്തിരി പിന്നെ വിഷമങ്ങളിലൂടെ കടന്നുപോയ സമയത്തെല്ലാം ഇവിടെ വന്നതിന് ശേഷം ധ്യാനം കൂടിയതിന് ശേഷം ഭയങ്കര ഒരു അനുഭവം ഉണ്ടായി. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്നലകളിൽ മനുഷ്യ വ്യക്തികളിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയത് എന്നെ പല വിധത്തിൽ പാപത്തിലേക്ക്, തെറ്റിലേക്ക്, തെറ്റായ ബന്ധത്തിലേക്ക്, തെറ്റായ പ്രവണതകളിലേക്കൊക്കെ നയിക്കാനായിട്ടിടയായി തീർന്നിട്ടുണ്ടെങ്കിൽ കർത്താവേ, അതിനെല്ലാം ഇത് നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നിൻ്റെ സ്നേഹം കൊണ്ട് മാത്രമേ എൻ്റെ മനസ്സിനെ നിറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന സത്യം ഞാൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിഞ്ഞ സത്യം എൻ്റെ മനസ്സിനെ നിറയ്ക്കുവാൻ കർത്താവേ അങ്ങനെ സഹായിക്കണേ. ആഗ്രഹിച്ച് അധരം തുറന്ന് വിളിച്ചോ, ഈശോയേ. ആ സ്നേഹം നിന്റെ ദുഃഖം മാറ്റുന്നു. ആ സ്നേഹം നിന്റെ മനസ്സിന്റെ മുറിവിനെ ഉണക്കുന്നു. ആ സ്നേഹത്തിന്റെ ശക്തി നിന്റെ പാപത്തെ കഴുകുന്നു. ആ സ്നേഹത്തിന്റെ ശക്തി നിന്റെ രോഗത്തെ കഴുകുന്നു. ആ സ്നേഹം ഈ മക്കളെ സുഖപ്പെടുത്തണേ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വിളിക്കട്ടെ, ഏതൊരു മനുഷ്യ വ്യക്തിയെക്കാളും അധികമായി എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹം എൻ്റെ ദുഃഖത്തെ കഴുകുന്നു, എൻ്റെ വേദനയെ കഴുകുന്നു, എൻ്റെ രോഗത്തെ കഴുകുന്നു, എൻ്റെ മുറിവുകളെ കഴുകുന്നു, എൻ്റെ പാപത്തെ കഴുകുന്നു. ഏതൊരു വ്യക്തിയെക്കാളും അധികമായി എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഇതാ ആ സ്നേഹം സൗഖ്യം നൽകുന്ന സ്നേഹമാണ്, സന്തോഷം നൽകുന്ന സ്നേഹമാണ്, അനുഗ്രഹിക്കുന്ന സ്നേഹമാണ്. എൻ്റെ പേര് വിഷ്ണു. ഞാൻ തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഭാര്യയാണ് രേവതി. ഇതെൻ്റെ മകൻ വൈഷ്ണവ്. നമ്മളവിടെ ഒന്ന് പങ്കെടുത്തതിന് ശേഷം മനസ്സിന് നല്ല സന്തോഷം. വീട്ടിൽ നിന്ന് ഒത്തിരി ഭാരത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത രീതിയിൽ ഇപ്പം ശരിക്കും മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ ലാഡറിൽ നിന്ന് വീണിട്ട് എനിക്ക് ഒരു ഗ്യാസ് കിട്ടുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അതിപ്പോൾ നമ്മളിപ്പം 3 ദിവസമായിട്ട് ധ്യാനത്തിൽ കംപ്ലീറ്റായിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് കസേരയിൽ ഇരുന്നിട്ടോ അല്ല അതിനുശേഷം നമ്മൾ ബെഡിൽ പോയി കിടന്നിട്ടോ യാതൊരുവിധ പ്രശ്നങ്ങളും ഗ്യാസിൻ്റേതായിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ ഒരു രോഗസൗഖ്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലൊരു അനുഭവമാണ്. സത്യത്തിൽ നമ്മൾ ഭാഗ്യം ചെയ്ത ജനതയാണ്. കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഭാഗ്യം ചെന്ന ജനതയെന്ന് പറയാൻ കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. എന്താ? നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. മരിച്ചവനല്ല, മരണത്തെ ജയിച്ചടക്കി ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ ദൈവം. കരമടിച്ചെന്ന ദൈവത്തിന് നന്ദി പറഞ്ഞേ. ചോദിക്കട്ടെ, മരിച്ചിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോഴായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടിക്കകത്തായ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല. ഇപ്പം ജീവനുള്ള ആൾക്കാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കർത്താവ് ജീവിക്കണ ദൈവമാണ്. ജീവിക്കണ ദൈവമാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ നമ്മുടെ കർത്താവിന് സാധിക്കും. കരമടിച്ച ദൈവത്തിന് നന്ദി പറ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താണെന്നറിയാമോ? നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ മനുഷ്യൻ്റെ സ്കെയിലിലാണ് അളന്നുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയെ മനുഷ്യൻ്റെ സ്കെയിലിലാണ് അളന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചിന്തയ്ക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ ഇട്ടുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ശക്തിയെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെയും നിങ്ങളുടെയും ചിന്തകൾക്കും ബോധ്യങ്ങൾക്കും ഒക്കെ ഒരുപാട് 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 അപ്പുറത്താണ് ദൈവത്തിൻ്റെ ആണോ? ആർക്കറിയാം? ആണോ? ഒന്ന് വലതുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മനുഷ്യനെന്ന് പറയുന്നത് ഈ ലോകത്തിൽ ആയിരിക്കുന്ന ഒരു ബീയിങ്, ആയിരിക്കുന്ന ഒരു അസ്തിത്വമാണ്. ദൈവം എന്ന് പറയുന്നത് ഒരു അതീന്ദ്രിയ ശക്തിയാണ്. ഈ ലോകത്തിൽ വസിക്കുന്ന, ഒപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ സർവശക്തനാണ് ദൈവം. ആ ദൈവത്തിൻ്റെ ശക്തിയെ അളക്കാൻ നമ്മളെ കൊണ്ടാവുമോ? വലതുകരം ഉയർത്തി പറയൂ ഹല്ലേലൂയ.
പ്രഭാഷകൻ്റെ പുസ്തകം 17-ാം അധ്യായം 22-ാം തിരുവചനം. മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. യേശുവിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ദൈവം ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിയെ എപ്രകാരമാണ് വിലമതിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ വചനം നമ്മോട് സംസാരിക്കുന്നത്. മുദ്രമോതിരത്തിൻ്റെ ആ ഒരു സ്ഥാനത്താണ് സഹായം കൊടുക്കുന്ന ഒരു വ്യക്തിയെ ദൈവം പരിഗണിക്കുന്നത്. മുദ്രമോതിരം ഒരു അധികാരത്തിൻ്റെ ചിഹ്നമാണ് എങ്കിൽ കാരുണ്യം ജീവിതത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയെ മുദ്രമോതിരത്തിൻ്റെ വില കൊടുത്തുകൊണ്ട് ദൈവം പരിഗണിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 35-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് കൂടുതൽ ശ്രേയസ്കരമെന്ന്. മനുഷ്യജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചിന്തിക്കുന്നവരാണ് അധികമായിട്ട് ഉള്ളത്. എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ എണ്ണം ഇന്ന് തുലവും കുറവാണ്. ദൈവം നമ്മോട് പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്നവരാകുക, സ്വീകരിക്കുന്നവർ ആകുന്നതിനേക്കാൾ അധികമായിട്ട്. അതാണ് ദൈവിക സന്നിധിയിൽ കൂടുതൽ വിലയുള്ളത് എന്ന്. ആയതിനാൽ നമ്മുടെ കരങ്ങൾ കൊടുക്കുന്നതിനായിട്ട് മറ്റുള്ളവരുടെ നേരെ നീട്ടാൻ നമുക്ക് കഴിയട്ടെ. സ്വീകരിക്കുന്നതിന് വേണ്ടി കരങ്ങൾ നീട്ടുന്നതിനേക്കാൾ ഉചിതം അതായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജെഫി മറിയം. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ തന്നെ ആദ്യമേ ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം ഞാൻ ഭയങ്കര സങ്കടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആദ്യമേയൊക്കെ ഞാൻ ഒട്ടും ഇഷ്ടമില്ലാണ്ട് തന്നെ ധ്യാനത്തിലിരുന്നത്. പിന്നെ കൗൺസിലിംഗ് ഒക്കെ കൂടി കുമ്പസാരിച്ച് വചനങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈശോ എൻ്റെ ഹൃദയം തുറന്നു. അങ്ങനെ എനിക്കിപ്പം ഭയങ്കര സമാധാനവും സന്തോഷവും ഉണ്ട്. ഭയങ്കര അടഞ്ഞു കിടന്ന ഒരു മനസ്സായിരുന്നു. എനിക്ക് ഒട്ടും ഭയങ്കര ഈ കുറച്ച് മാസമായിട്ട് ഞാൻ ഭയങ്കര ദുഃഖത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും ഉണ്ട് ഈ ധ്യാനം കൂടിയതിനു ശേഷം. ഈശോയ്ക്ക് നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മളിതിൻ്റെയൊക്കെ ഒന്ന് പൊരുളറിഞ്ഞാൽ മതി. അതേസമയം ആ മക്കളുടെ ഹൃദയത്തിൽ ദൈവവചനം വ്യാപരിക്കുന്നുവെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികളും എന്തെല്ലാം പ്രശ്നങ്ങളും എന്തെല്ലാം പ്രലോഭനങ്ങളും ഉണ്ടായാലും ദൈവത്തിൻ്റെ കൃപയാൽ ആ പരിശുദ്ധാത്മ ശക്തിയാൽ ആ ദമ്പതികൾ ഒരുമിച്ച് ഐക്യത്തിൽ ജീവിക്കും. കൈയടിച്ച് കർത്താവിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എൻ്റെ പേര് ബെസി. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ചേച്ചിയാണ്. ഞങ്ങൾ ഇവിടെ ഞായറാഴ്ച തൊട്ട് ധ്യാനം കൂടാൻ വന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ ആകപ്പാടെ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുമായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും കിട്ടി. എൻ്റെ കരച്ചിൽ ഒക്കെ പോയി മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്മ ആഗ്രഹിക്കാൻ എനിക്ക് പറ്റും. ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെയ്യുന്നത് ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ്. ഈ പ്രോബ്ലം എനിക്കുണ്ട്. ഇത് മാറ്റുന്നതിൻ്റെ പേരാണ് മാനസാന്തരം. ഇത് പ്രോബ്ലം പരിഹരിച്ചു കിട്ടാതെ ഞാൻ നിന്നെ വിട്ടു പോകില്ല ഈശോയെ എന്ന് കൊതിയോടെ പറയുന്നവർക്ക് ഒന്ന് കൈയടിക്കാം. വേണമെങ്കിൽ കൈ ഉയരത്തിൽ അടിച്ചടിക്കാം. അടി. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. മേരി മനോജ്ഞേ ദൈവമാതാവേ, പാപികൾക്കാശ്രയം നീയേ, ഞങ്ങൾക്കഭയം നീയേ, ഞങ്ങൾക്കഭയം നീയേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അക്സ മേരി ചെറിയാൻ. ഞാൻ ഇടുക്കി കട്ടപ്പനയിൽ നിന്ന് വരുന്നു.
അപ്പോൾ എനിക്ക് ധ്യാനത്തിൽ വന്നപ്പോൾ മനസ്സിലായത് കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ആദ്യം വരാൻ ഭയങ്കര മടിയായിരുന്നു, ഒട്ടും ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനിപ്പോൾ LLBക്ക് പഠിക്കുകയാണ്. എനിക്ക് പഠിക്കാനൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. സിറ്റുവേഷൻസൊക്കെ അങ്ങനത്തെ ആയതുകൊണ്ട് പഠിക്കാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ധ്യാനിച്ച് കുമ്പസാരിച്ച് കൗൺസിലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞപ്പം ഒത്തിരി സ്ട്രെസ്സ് കുറേ പോയി കിട്ടിയ പോലെ ഒരു ഫീലായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെയാണ് ഇവിടെ വരെ എത്തിച്ചത്. ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറവുകൾ മനസ്സിലായി, എന്തൊക്കെ കാരണങ്ങളാണ്, എന്തുകൊണ്ടായിരുന്നു ഞാൻ അങ്ങനെ ആയത്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ പോലെ പുതിയൊരു ജീവിതം, പുതിയൊരു ലൈഫിലേക്ക് പോകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. രണ്ടാമത് അവിടുത്തെ രാജ്യം എന്നാൽ അത് ഭക്ഷണപാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് റോമാലേഖനത്തിൽ 14:17. അതിൻ്റെ പൂർത്തീകരണമായിട്ട് അത് മനസ്സിലാക്കാൻ ഗലാത്യ ലേഖനം 5:22-23 വാക്യങ്ങളുണ്ട്. എൻ്റെ പേര് മേഴ്സി ജോസഫ്. ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. എൻ്റെ ചേട്ടന് എൻ്റെ ചേട്ടന് തൊണ്ടയ്ക്ക് മുഴയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്കൊരു ഡിവൈനിൽ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒത്തിരി മാറ്റമുണ്ട്. ആൾക്കൊത്തിരി വിശ്വാസവും പ്രാർത്ഥനയിലും ഇങ്ങനെ, കാരണം കൂടുതൽ പ്രാർത്ഥന നേരത്തെ ധ്യാനം കൂടാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നില്ല. ആൾ ഇപ്പോൾ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് വന്നിരിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുണ്ടായിരുന്ന സ്ത്രീ, എല്ലാ വൈദ്യന്മാരാലും ഉപേക്ഷിക്കപ്പെട്ടവൾ, സമ്പത്ത് മുഴുവൻ രോഗത്തിന് വേണ്ടി ചിലവഴിച്ചു. ഇന്നവൾ ദരിദ്രയാണ്. അവൾ യേശുവിൻ്റെ അടുത്തു വന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്നും ശക്തി പുറപ്പെട്ടു. ആ ശക്തി അവൾക്ക് സൗഖ്യമായി. തൽക്ഷണം രക്തസ്രാവം നിലച്ചു. ഇതാ ഈ അൾത്താരയിലെ തിരുവോസ്തിയിൽ നിന്നും യേശുവിൻ്റെ ശക്തി ഇതാ എന്നിലേക്ക് വരുന്നു. ഹല്ലേലൂയ. ശബ്ദം മുഴുവൻ ഉയർത്തി ഇഷ്ടമുള്ള സ്വരങ്ങള്, ഇഷ്ടമുള്ള ഭാഷകള് ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കാം. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ സ്തുതിച്ചോ. സ്വർഗം തുറക്കപ്പെടുന്ന സമയമാണ്. സ്വർഗവും ഭൂമിയും ഒന്നായി തീരുന്ന സമയമാണ്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 37-ാം തിരുവചനത്തിൽ ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്: തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഇതാ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളിൽ നൊമ്പരങ്ങളും വേദനകളൊക്കെ ഉണ്ടായിരുന്നു. ഇതാ നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന് ആ നൊമ്പരങ്ങളും വേദനകളെല്ലാം ഈശോയുടെ മുമ്പിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ ദാഹിച്ചു.
ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിച്ച് നമ്മളിൽ ഓരോരുത്തരിലും പരിശുദ്ധാത്മാവ്, സ്നേഹത്തിൻ്റെ ജലം, സന്തോഷത്തിൻ്റെ ആത്മസംതൃപ്തിയുടെ ജലം നൽകി നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ കർത്താവ് തൃപ്തിപ്പെടുത്തി. ഇതാ ആ ഒരു വലിയ തൃപ്തിയോടുകൂടിയാണ് ഇന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകുന്നത്. എന്തിനു വേണ്ടി? നമ്മൾ നമ്മുടെ ചുറ്റും, നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ദാഹിക്കുന്ന ജനമുണ്ട്. വചനത്തിന് വേണ്ടി ദാഹിക്കുന്ന, ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവിന് വേണ്ടി ദാഹിക്കുന്ന അനേകരുണ്ട്. അവർക്കൊക്കെ നമ്മൾ കുടിച്ച ജലം അത് ഇനി ഒരിക്കലും തീരാത്ത വറ്റാത്ത ജലമാണ്. അതെന്തിനു വേണ്ടി? അനേകർക്ക് കൊടുക്കും തോറും നമുക്ക് കർത്താവ് പുതിയത് തരും. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മുടെ ജീവിതം വഴിയായിട്ട് ഓരോ ആഴ്ചയിലെ ധ്യാനത്തിലേക്കും അനേകരെ നമുക്ക് പറഞ്ഞു വിടാനായിട്ട് സാധിക്കട്ടെ. നിങ്ങൾക്കറിയാം, എല്ലാ ആഴ്ചയിലും ഞായർ മുതൽ വെള്ളി വരെ എല്ലാ ആഴ്ചയിലും ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ 7 ഭാഷകളിലുള്ള ധ്യാനമുണ്ട്. അപ്പോൾ മലയാള ധ്യാനത്തിലേക്ക് നിങ്ങൾ ഇനിയും അനേകരെ പറഞ്ഞു വിടുകയും നിങ്ങൾ അനേകരെ കൊണ്ടുവരികയും ചെയ്യുന്ന സുവിശേഷ വാഹകരായി, സുവിശേഷം കൊടുക്കുന്നവരായി, സുവിശേഷ പ്രേക്ഷകരായി, പ്രേക്ഷിതരായി നിങ്ങൾ മാറണം. അതിന് ദൈവം എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ശക്തിയും തരും. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.